മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. 19 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു, ഒരാൾ മരിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇന്ന് വൈകിട്ടാണ്, അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാവുന്നത്. മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ കോപ്പോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഒരു ട്രക്ക് അതിന്റെ നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ചു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പിന്നാലെ ഈ ട്രക്ക് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ആ തരത്തിൽ ഇല്ല. ട്രക്കിന്റെ നിയന്ത്രണം നഷ്ടമായത് ബ്രേക്ക് തകരാറിലായതുമായി ബന്ധപ്പെട്ടാകാം എന്നതാണ് പ്രാഥമികമായുള്ള നിഗമനം. ഏതാണ്ട് 19 വാഹനങ്ങളെങ്കിലും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. മെഴ്സിഡീസ് ബെൻസും BMW അടക്കമുള്ള ആഡംബര വാഹനങ്ങളടക്കം ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ മരിച്ചു. 19ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ അപകടത്തെ തുടർന്ന് ഈ ഹൈവേയിൽ കിലോമീറ്ററുകളോളം, ഏതാണ്ട് 5 കിലോമീറ്ററോളം ദൂരത്തിൽ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയും ചെയ്തു. ഒരു ദിവസം ശരാശരി 1.5 ലക്ഷത്തോളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാതയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. 19 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. വിവരങ്ങൾ